നമസ്കാരം. ഒരു ചോദ്യം വന്നിട്ടുണ്ട്. വീടുകളിൽ സാധാരണയായി എന്തൊക്കെ ഹോമം ചെയ്യാം? ഹോമം ചെയ്യുന്നതിന് മുന്നേ ജാതകം നോക്കണോ എന്നുള്ളതാണ്. ജാതകം നോക്കി അല്ല ഹോമം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഉത്തരം. സാധാരണയായി എന്തൊക്കെ ഹോമങ്ങളാണ് വീടുകളിൽ ചെയ്യേണ്ടത് എന്നുള്ളത്? എല്ലാ വീടുകളിലും സാധിക്കുന്ന പക്ഷം വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഗണപതി ഹോമമെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് അഭിപ്രായം. കാരണം ഇന്ന് ജ്യോതിഷത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം, ഇല്ലെങ്കിൽ പോകുന്ന കാലഘട്ടം. ജ്യോതിഷി ഇല്ലെങ്കിൽ ഒരു ദൈവജ്ഞൻ ഒരു ലിസ്റ്റ് എഴുതിയാൽ മാത്രമേ ഹോമം കഴിക്കൂ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നീങ്ങി. നല്ലൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. വീടുകളിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം നടത്തുക, ഭഗവതി സേവ നടത്തുക. ഇത് കേരളത്തിൽ പരക്കെ ആചരിച്ചു പോരുന്ന ഒരു വിഷയമാണ്. അഖില ആപത് നിവാരണാർത്ഥം എന്താണ് ചെയ്യേണ്ടത്? അഖില ആപത് നിവാരണാർത്ഥം മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവതി സേവ എന്നുള്ളത്. സാധിക്കുന്നവർ അത് അവരവരുടെ ഗൃഹനാഥൻ്റെയോ ഇല്ലെങ്കിൽ ആരുടെ ആയാലും കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ജന്മനക്ഷത്ര ദിവസം വർഷത്തിലൊരിക്കൽ നടത്തുക. ഇതിന് ഒരു ദൈവജ്ഞൻ്റെയും കുറിപ്പ് ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇതിൽ തന്നെ എല്ലാ ആപത്തും ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അങ്ങനെ മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം നടത്തുന്നു, എനിക്ക് അത്രയും ധനമില്ലല്ലോ, കുഴപ്പമില്ല. മഹാഗണപതി ഹോമം മാത്രമെങ്കിലും നല്ലവണ്ണം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക, വർഷത്തിൽ ഒരിക്കൽ. ഇനി അതിനും ധനം സ്വരൂപിക്കണം എന്നുള്ളവർ കുറച്ച് പൈസ ഇങ്ങനെ ചേർത്ത് മാസങ്ങളോളം, 12 മാസം ഉണ്ടല്ലോ, ഓരോ മാസവും കുറച്ച് പൈസ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ ആ ഒരു ഗണപതി ഹോമം ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് ഏത് ഹോമമാണ്, എന്തൊക്കെ ഹോമങ്ങൾ നമുക്കല്ലാതെ ചെയ്യാം എന്നുള്ളതാണ്. സുദർശന ഹോമം ചെയ്യാം, അഘോര ഹോമം ചെയ്യാം, ഭാഗ്യസൂക്ത ഹോമം ചെയ്യാം, ഐക്യമത്യ ഹോമം എന്നിങ്ങനെ കുറേ ഹോമങ്ങളുണ്ട്. ഇതെന്താണ്? അഗ്നിഹോത്രം എന്നുള്ള പ്രൊസീജിയറാണ്, യജ്ഞസംസ്കാരമാണ്, ദേവയജ്ഞമാണ്. അങ്ങനെ വീടുകളിൽ മന്ത്രധ്വനികൾ മുഴങ്ങുന്നു, വീട്ടിലെ പരിസരമെല്ലാം തന്നെ ശുദ്ധിയാകുന്നു, പ്രാണവായു നമ്മൾ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു ലഘുവായിട്ടുള്ള ഒരു വിഷയം അഗ്നിഹോത്രം എന്നുള്ളത്. ഇത് ഏവർക്കും വീടുകളിൽ ചെയ്യാം. മന്ത്രമില്ലാതെ തന്നെ ഈ ഹോമത്തിൻ്റെ ചെറിയൊരു മോഡലാണ് അഗ്നിഹോത്രം. ഇത് രാവിലെയും വൈകിട്ടും കുറച്ച് പച്ചമരുന്നുകൾ, അതായത് അമൃതവള്ളി, കടലാടി, വട്ടവൃക്ഷത്തിൻ്റെ സമിത്ത്, ആലിൻ്റെ സമിത്ത്, രാമച്ചം, കറുക എന്നിങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് നമ്മൾ അഗ്നിയിൽ നിക്ഷേപിക്കുന്നു. മന്ത്രമൊന്നുമില്ല, അത് അന്തരീക്ഷത്തെ ശുദ്ധമാക്കും. രാവിലെയും വൈകിട്ടും ഇങ്ങനെ നാം ചെയ്ത് പോരുമ്പോൾ മനുഷ്യന് തോന്നുകയാണ്, ഒരു മന്ത്രം കൂടി ആയാലോ എന്ന് തോന്നുകയാണ്. അപ്പോൾ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിക്കുവാൻ തുടങ്ങി. അത് കുറച്ച് കഴിയുമ്പം ഞാൻ ഒന്നുകൂടി അടുത്ത ലെവലിലേക്ക് പോകണം, വിഷ്ണു സഹസ്രനാമത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ പതുക്കെ ആധ്യാത്മിക ചിന്ത അവിടെ ഉയർന്നു വരികയാണ്. അപ്പോൾ ഒരു വീട്ടിൽ മുതിർന്നവർ ചെയ്യുന്നു, അത് കണ്ട് അവരുടെ കുട്ടികൾ ചെയ്യുന്നു, അത് ശീലമായി മുന്നോട്ട് പോകുന്നു. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഹോമം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആരാണോ ഹോമം ചെയ്യുവാനായിട്ട് വരുന്നത്, പൂജ കഴിക്കുവാനായിട്ട് വരുന്നത്, ആചാര്യൻ്റെ അടുത്ത് ചോദിക്കുക. സൗമ്യമായ ഭാഷയിൽ ചോദിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഏത് ദേവതയാണ് നാം ആവാഹിക്കുന്നത്, അല്ല ഭഗവതി സേവ കഴിക്കുമ്പോൾ ഏത് ദേവതയാണ് ആവാഹിക്കുന്നത്, ആ ദേവതയുടെ ധ്യാന ശ്ലോകം, ഇതെല്ലാം മനസ്സിലാക്കുവാൻ കൂടിയുള്ള ഒരു അവസരമാണ്. അത് പാഴാക്കരുത്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറഞ്ഞു തരും എന്നുള്ളതാണ്. അങ്ങനെ മഹാഗണപതി ഹോമം കഴിക്കുന്നു. അഷ്ടദ്രവ്യം, നെയ്യ്, പശുവിൻ നെയ്യ് ഇത്യാദികളെല്ലാം തന്നെ, കറുക മുതലായവ എല്ലാം തന്നെ ഹോമിക്കുന്നു. മൃത്യുഞ്ജയത്തിൽ സപ്തദ്രവ്യങ്ങളുണ്ട്. അമൃതവള്ളി, വട്ടവൃക്ഷത്തിൻ്റെ സമിത്ത്, ആലിൻ്റെ സമിത്ത്, കറുക, ക്ഷീരം, പായസം, ഹവിസ്, ആജ്യം, നെയ്യ് എന്നുള്ളത് എന്നിങ്ങനെ ആ സപ്തദ്രവ്യങ്ങൾ ഓരോ ദ്രവ്യവും 144 വീതം
ഹോമിക്കുകയാണ്. അങ്ങനെ 1008 സംഖ്യയിലേക്ക് എത്തുകയാണ്. വർഷത്തിൽ ഒരു ദിവസം ആരുടെയെങ്കിലും ഒരു ജന്മ നക്ഷത്ര ദിവസം ഇത് ചെയ്തുകൊണ്ടാൽ അതൊരു ഹാബിറ്റായി മാറും എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ വർഷവും ഒരു ഹോമം ആ വീട്ടിൽ നടക്കും. വീട് ശുദ്ധമാകും. നാം അധിവസിക്കുന്ന വീട് ക്ഷേത്രമായി തന്നെ പരിണമിക്കും എന്നുള്ളതാണ്. ഇതേവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.